आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും स्वागतम। आज हम संज्ञा पर चर्चा करेंगे। ഇന്ന് നാം ഹിന്ദി ഗ്രാമർ ക്ലാസ്സിൽ സംജ്ഞ അല്ലെങ്കിൽ നൗൺ ആണ് പഠിക്കാൻ പോകുന്നത്। എന്താണ് സംജ്ഞ? संज्ञा किसी भी व्यक्ति, वस्तु, जाति, भाव या स्थान के नाम को संज्ञा कहते हैं। ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ജാതിയുടെയോ ഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെയോ പേരിനെയാണ് സംജ്ഞ അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത്। ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനുഷ്യ അത് ജാതിയിൽ വരുന്നതാണ്, അമേരിക്ക, ഭാരത് എന്നൊക്കെ പറയുന്നത് സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്, ബച്പൻ, മിഠാസ് അത് ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്, കിതാബ്, ടേബിൾ തുടങ്ങിയവ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ്। അപ്പോൾ ഇതാണ് സംജ്ഞ। ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ ജാതിയെയോ ഭാവത്തെയോ സ്ഥാനത്തെയോ സൂചിപ്പിക്കുന്നു, അതിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്നു। സംജ്ഞ की पहचान എങ്ങനെ നമുക്ക് സംജ്ഞയെ പരിചയപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? संज्ञा की पहचान निम्नलिखित लक्षणों के आधार पर संज्ञा को पहचाना जाता है। താഴെ പറയുന്ന രീതിയിൽ നമുക്ക് संज्ञയെ തിരിച്ചറിയാം। कुछ शब्द प्राणीवाचक होते हैं और कुछ अप्राणीवाचक। ചില ശബ്ദങ്ങൾ ജീവനുള്ളതും അതുപോലെ ജീവനില്ലാത്ത ശബ്ദങ്ങളും। അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം। പ്രാണിവാചക ശബ്ദ ഉദാഹരണമാണ് ബച്ച, ഭേംസ്, ചിടിയ, ആദ്മി, രമേശ് ആദി। അതുപോലെ അപ്രാണിവാചക ശബ്ദത്തിന് ഉദാഹരണങ്ങളാണ് പുസ്തക്, മക്കാൻ, റെയിൽഗാഡി, റോട്ടി, പർവ്വത് ആദി। ഇവിടെ പ്രാണിവാചക ശബ്ദം എന്ന് കൊടുത്തതിൽ ബച്ച എന്ന് പറയുന്നത് കുട്ടിയാണ്, അതിന് ജീവനുണ്ട്। അതുപോലെ ഭേംസ് എന്ന് പറഞ്ഞത് എരുമ ആണ്। അതുപോലെ ചിടിയ എന്ന് പറയുന്നത് പക്ഷിയെയാണ്। അപ്പോൾ ഇതിനൊക്കെ ജീവനുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് പ്രാണിവാചക ശബ്ദം എന്ന് പറയുന്നത്। അതുപോലെ ജീവനില്ലാത്ത ശബ്ദങ്ങളെയാണ് അപ്രാണിവാചകം എന്ന് പറയുന്നത്। പുസ്തകം, മക്കാൻ എന്ന് പറയുന്ന കെട്ടിടമാണ്, റെയിൽഗാഡി, റോട്ടി, പർവ്വത് ഇതിനൊന്നും ജീവനില്ല, അതുകൊണ്ടാണ് ഇതിനെ അപ്രാണിവാചകം എന്ന് പറയുന്നത്। അപ്പോൾ ഇതൊക്കെ സംജ്ഞയിൽ നൗണായിട്ട് നമുക്ക് എടുക്കാം। कुछ शब्दों की गिनती की जा सकती है और कुछ की गिनती नहीं की जा सकती है। അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ നമുക്ക് എണ്ണാൻ സാധിക്കുന്നതുകൊണ്ട് ചിലത് എണ്ണാൻ സാധിക്കുകയുമില്ല। അപ്പോൾ അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ സംജ്ഞയിൽ നമുക്ക് ഉൾപ്പെടുത്താം। ഗണനീയ അതിന് ഉദാഹരണങ്ങളാണ് आदमी, पुस्तक, केला की गणना की जा सकती है इसलिए ये गणनीय है। നമുക്ക് മനുഷ്യനെ എണ്ണാൻ സാധിക്കും, പുസ്തകത്തെ എണ്ണാൻ സാധിക്കും, കേല പഴത്തെ എണ്ണാനായിട്ട് സാധിക്കും। അപ്പോൾ ഇതൊക്കെ ഗണനീയയിൽ പെടുന്നതാണ്, അതുപോലെ തന്നെ സംജ്ഞയായിട്ട് നമുക്ക് പരിഗണിക്കാം। അതുപോലെ അഗണനീയ എന്ന് പറയുന്നത് ധൂത്, അവ, പ്രേം की गणना नहीं की जा सकती इसलिए ये अगणनीय है। പാലിനെയോ കാറ്റിനെയോ പ്രേമത്തെയോ നമുക്ക് എണ്ണാൻ സാധിക്കില്ല, അതുകൊണ്ട് ഇതിനെ അഗണനീയ എന്ന് നമുക്ക് പറയാം। അപ്പോൾ प्राणीवाचक शब्द, अप्राणीवाचक शब्द, गणनीय, अगणनीय ये सब संज्ञा के अंतर्गत आते हैं। അതുപോലെ തന്നെ സംജ്ഞ എന്ന അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ, അതിൻ്റെ പരിഭാഷ ഇവിടെ കൊടുത്തിട്ടുണ്ട്। किसी व्यक्ति, स्थान, वस्तु आदि तथा नाम के गुण, धर्म, स्वभाव का बोध कराने वाले शब्द को संज्ञा कहते हैं। ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാനത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരിൻ്റെ ഗുണം, ധർമ്മം, സ്വഭാവം അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതിനെയാണ് സംജ്ഞ അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത്। ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്। ശ്യാം എന്ന് പറയുന്നത് വ്യക്തിയെ സൂചിപ്പിക്കുന്നു, ആം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടായ അല്ലെങ്കിൽ ഒരു സാധനത്തെ സൂചിപ്പിക്കുന്നു, മിഠാസ് ഒരു ഭാവത്തെയാണത് സൂചിപ്പിക്കുന്നത്, ഹാത്തി ഒരു ജീവിയെ, ഒരു ജന്തുവിനെയാണത് സൂചിപ്പിക്കുന്നത്। संज्ञा सार्थक शब्दों के 8 भेदों में एक भेद है। സംജ്ഞ എന്ന് പറയുന്നത് അർത്ഥമുള്ള ശബ്ദങ്ങളുടെ 8 ഭേദങ്ങളിൽ ഒരു ഭേദമാണ്। വ്യാകरण में संज्ञा एक विकारी शब्द है। സംജ്ഞ എന്ന് പറയുന്നത് ഒരു വികാരി ശബ്ദമാണ്। വികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നത്, परिवर्तन आने वाले शब्दों को विकारी शब्द कहते हैं। लिंग, वचन, कार्य के अनुसार
शब्दों में परिवर्तन आते हैं तो उसे विकारी शब्द कहते हैं. ലിംഗ്, കാരക്, വചൻ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ശബ്ദത്തിന് മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് വികാരി ശബ്ദം എന്ന് പറയുന്നത്. സംജ്ഞ അംഗ് ഭേദ് ഉദാഹരൺ. സംജ്ഞയ്ക്ക് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്യാം ഖാന ഖാ രഹാ ഹെ. ഇവിടെ ശ്യാം ഭക്ഷണം കഴിക്കുന്നു. ഇതിൽ ശ്യാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. അമറൂദ് മേ മിഠാസ് ഹെ. അമറൂദ് ഫൽ കാ നാം ഹെ. ഇവിടെ അമറൂദ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടിൻ്റെ പേരാണ്. ഘോഡ ദൗഡ് രഹാ ഹെ. കുതിര ഓടുകയാണ് അല്ലെങ്കിൽ ഓടുന്നു. ഘോഡ എക്ക് പശു കാ നാം ഹെ. ഒരു മൃഗത്തിൻ്റെ പേരാണ് ഈ ഘോഡ. അപ്പോൾ ഈ ശ്യാം, അമറൂദ്, ഘോഡ എന്നൊക്കെ പറയുന്നത് സംജ്ഞയിൽ പെടുന്നതാണ്, നൗണിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് സംജ്ഞാക്കെ ഭേദ്, സംജ്ഞയുടെ ഭേദങ്ങളാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. സംജ്ഞയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വ്യക്തിവാചക സംജ്ഞ, ജാതിവാചക സംജ്ഞ, ഭാവവാചക സംജ്ഞ. എന്താണ് വ്യക്തിവാചക സംജ്ഞ എന്ന് നമുക്ക് നോക്കാം. വ്യക്തിവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. वह शब्द जो किसी एक व्यक्ति, वस्तु, स्थान आदि का बोध करवाता है उसे व्यक्तिवाचक संज्ञा कहते हैं. ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്നു, അതിനെയാണ് വ്യക്തിവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാം ഒരു വ്യക്തിയുടെ പേരാണ്. ശ്യാം ഒരു വ്യക്തിയുടെ പേരാണ്. ടേബിൾ ഒരു ടൂളാണ്, അതുകൊണ്ട് അതിൻ്റെ പേരാണ്, അതുകൊണ്ട് വ്യക്തിവാചക സംജ്ഞയാണ്. അതുപോലെ കുർസി ഒരു പേരായതുകൊണ്ട് ഇത് വ്യക്തിവാചകത്തിൽപ്പെടുന്നു. അതുപോലെ കാർ, ദില്ലി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്, മുംബൈ. അപ്പോൾ ഇതൊക്കെയാണ് വ്യക്തിവാചക സംജ്ഞയ്ക്ക് ഉദാഹരണം. ഇനി എന്താണ് ജാതിവാചക സംജ്ഞ, കോമൺ നൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. जो शब्द संज्ञा किसी जाति का बोध करवाता है वह जातिवाचक संज्ञा कहलाता है. അതായത് ജാതിയെ സൂചിപ്പിക്കുന്നു, ഒരു ജാതിയെ സൂചിപ്പിക്കുന്നതിനെയാണ് ജാതിവാചക സംജ്ഞ എന്ന് പറയുന്നത്. വ്യക്തിവാചക സംജ്ഞയിൽ ഒന്നിനെ മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ. അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ല, ഒറ്റ വ്യക്തി അല്ലെങ്കിൽ ഒറ്റ വസ്തു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ജാതിവാചക സംജ്ഞയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും. ഉദാഹരണമായിട്ട് ലഡ്ക എന്ന് പറഞ്ഞാൽ എല്ലാ ബോയ്സും അതിനകത്ത് പെടും. ഇപ്പോൾ രമേശ് അല്ലെങ്കിൽ രാഹുൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വ്യക്തിയാണ്, അത് വ്യക്തിവാചക സംജ്ഞയിലാണ് പെടുക. ലഡ്ക, ലഡ്കി, നദി, പർവ്വത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമൂഹവാചക സംജ്ഞയ്ക്ക് ഉദാഹരണങ്ങളാണ്. നദി എന്ന് പറഞ്ഞാൽ എല്ലാ നദികളും പെടും. പമ്പ, യമുന, സരസ്വതി എന്നൊക്കെ പറയുന്ന എല്ലാ നദികളും ഈ നദി എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പെടുന്നതാണ്. പക്ഷേ പേര് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അത് വ്യക്തിവാചക സംജ്ഞ ആകുന്നുള്ളൂ. അതുപോലെ തന്നെ ജാതിവാചക സംജ്ഞയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദ്രവ്യവാചക സംജ്ഞ, അതുപോലെ സമൂഹവാചക സംജ്ഞ. ഇനി എന്താണ് ദ്രവ്യവാചക സംജ്ഞ അല്ലെങ്കിൽ സമൂഹവാചക സംജ്ഞ എന്ന് നമുക്ക് നോക്കാം. ദ്രവ്യവാചക സംജ്ഞ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ നൗൺ എന്നാണ്. ജിസ് സംജ്ഞ ശബ്ദों से किसी धातु, द्रव्य, सामग्री, पदार्थ आदि का बोध हो उसे ദ്രവ്യവാചക സംജ്ഞ कहते हैं. ഇതിലൂടെ ഏതെങ്കിലും ധാതുവിൻ്റെയോ ദ്രവ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമഗ്രിയുടെയോ പദാർത്ഥത്തിൻ്റെയോ സൂചന നൽകുന്നു, അതിനെയാണ് ദ്രവ്യവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേഹു, ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്, അതൊരു ഭോജന സാമഗ്രിയാണ്, ഫുഡ് ഐറ്റംസാണ്, മെറ്റീരിയലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ചാവൽ, ചാവൽ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ ഘീ, നെയ്യ്. അതുപോലെ സോന എന്ന് പറയുന്നത് ആഭരണമാണ്. അതുപോലെ ചാന്തി ഒരു ആഭരണമാണ്. താമ്പ ഒരു ധാതുവാണ്. അതുപോലെ ഊൻ എന്ന് പറയുന്നത് വസ്ത്രമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റീരിയലിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ദ്രവ്യവാചക സംജ്ഞ. അതുപോലെ സമൂഹവാചക സംജ്ഞ അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മറ്റൊരു പേരാണ് സമുച്ചയവാചക സംജ്ഞ അല്ലെങ്കിൽ
നമുക്ക് എന്താണെന്ന് നോക്കാം. जिन संज्ञा शब्दों से किसी एक व्यक्ति का बोध न होकर पूरे समूह समाज का बोध हो वह समूहवाचक या समुदायवाचक संज्ञा होता है. ഇതിലൂടെ ഈ ശബ്ദത്തിലൂടെ ഒരു വ്യക്തിയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, ഒരു സമൂഹത്തെ മൊത്തം നമുക്ക് സൂചന നൽകുന്നു. അതിനെയാണ് സമൂഹവാചക സംജ്ഞ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ. ഉദാഹരണമായിട്ട് സേന. സേന എന്ന് പറഞ്ഞാൽ ഒരു സൈന്യം, ഒരു സൈനികൻ എന്നല്ല അർത്ഥം. എല്ലാ സൈനികരും അതിനകത്ത് പെടും. സേന മേ കൈ സൈനിക് ഹോത്തെ ഹെ യഹാം സമൂഹ കി ബാത്ത് ഹോ രഹി ഹെ. അതുകൊണ്ട് ഇത് സമൂഹവാചക സംജ്ഞയാണ്. അതുപോലെ പോലീസ്. പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാ പോലീസുകാരും പെടും. അതുപോലെ പുസ്തകാലയം എന്ന് പറഞ്ഞാൽ എല്ലാ പുസ്തകങ്ങളും അതിനകത്ത് പെടും. അതുപോലെ ദൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, എല്ലാവരും അതിനകത്ത് പെടും. അപ്പോൾ ഇതൊക്കെയാണ് സമൂഹവാചക സംജ്ഞയ്ക്ക് ഉദാഹരണങ്ങൾ. അതുപോലെ ദൽ, സമിതി, ആയോഗ്, പരിവാർ എന്നൊക്കെ നമുക്ക് സമൂഹവാചകിൽ ഉദാഹരണമായിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ അടുത്തതാണ് ഭാവവാചക സംജ്ഞ. അതിന് ഇംഗ്ലീഷിൽ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയും. जिन संज्ञा शब्दों से पदार्थों की अवस्था, गुण, दोष, धर्म, दशा आदि का बोध हो वह ഭാവവാചക സംജ്ഞ कहलाता है. ഈ ശബ്ദത്തിലൂടെ ഒരു പദാർത്ഥത്തിൻ്റെ അവസ്ഥ, ഗുണം, ദോഷം, ധർമ്മം, ദശ എന്നിവയെ സൂചിപ്പിക്കുന്നു. അതിനെയാണ് ഭാവവാചക സംജ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ബുഡ്ഢാപ്പ. ബുഡ്ഢാപ്പ എന്ന് പറഞ്ഞാൽ വൃദ്ധാവസ്ഥയാണ്. ബുഡാപ്പ ജീവൻ की एक അവസ്ഥ है. മിട്ടാസ്. മിട്ടാസ് മിഠായി का ഗുണ है. മിട്ടാസ് എന്ന് പറഞ്ഞാൽ ഒരു മിഠായിയുടെ ഗുണമാണ്. അതുകൊണ്ടാണ് ഇതിനെ മിട്ടാസ് എന്ന് പറയുന്നത്. അതുപോലെ ക്രോധ്. ക്രോധ് എന്ന് പറഞ്ഞാൽ एक भाव या दशा है. അതുപോലെ ഹർഷ്, സന്തോഷം, एक भाव या दशा है. യൗവൻ. യൗവൻ സ്ത്രീ की एक दशा है. बालपन. बालपन बालक का गुण है, अथवा एक दशा और अवस्था है. मोटापा. मोटापा एक अवस्था है जो मोटापे का इंगित करता है. മോട്ടാപ്പ എന്ന് പറഞ്ഞാൽ തടി എന്നാണ് അർത്ഥം. അതുപോലെ ബാൽപ്പം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം എന്നാണ് അർത്ഥം. യൗവൻ എന്ന് പറഞ്ഞാൽ യൗവനം എന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊക്കെ ഭാവങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അല്ലെങ്കിൽ ധർമ്മം അല്ലെങ്കിൽ ദശ, അതിന് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. संज्ञा की पहचान क्या है? कुछ संज्ञा शब्द प्राणीवाचक होता है तो कुछ शब्द അപ്രാണിവാചക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ല, നേരത്തെ നമ്മൾ പഠിച്ചതാണ് എങ്ങനെ നമുക്ക് സംജ്ഞയെ ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രാണിവാചക, അപ്രാണിവാചക നമ്മൾ പഠിച്ചു. ഗണനീയ, അഗണനീയ, അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.